ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് വാഴക്കയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വാഴക്കയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു വാഴയ്ക്ക് മൂന്നാക്കട്ട് ചെയ്തിട്ട് അതിനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ചേനക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഈ വാഴക്കയും ചേനക്കിഴങ്ങിനെയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഇനി നല്ലതുപോലെ ഒന്ന് വശക്കിയെടുക്കാം. ഞാൻ അടച്ചു വയ്ക്കുന്നില്ല, അടച്ചു വയ്ക്കാതെയാണ് വശക്കിയെടുക്കുന്നത്. ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇതിനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അരപ്പിനെ നോക്കാം. തേങ്ങ, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ അവിയലിന് അരയ്ക്കും പോലെ അരച്ചെടുക്കണം. വാഴയ്ക്കയും ചേനക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വാഴയ്ക്കയും ചേനക്കിഴങ്ങും നമ്മൾ വിഴുക്കുവരട്ടിക്ക് എടുക്കുമ്പോൾ എടുത്തതാണല്ലോ അവശയ്ക്ക് എടുത്തത്, അതുകൊണ്ടാണ് വെള്ളം കുറച്ച് മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. വാഴക്കയിലും ചേനക്കിഴങ്ങിലും ഉപ്പിട്ട് നമ്മൾ വേവിച്ചതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് കൂടി നിൽക്കും. ഇത് നല്ലതായിട്ട് അവയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വാഴക്കയും ചേനക്കിഴങ്ങും വശക്കി എടുത്തതുകൊണ്ട് അത് വെന്ത് ഉടയൊന്നുമില്ല. ഇത് നല്ലൊരു അവിയലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച തേങ്ങയെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചങ്ങ് വെച്ചിക്കാം. ഒരു വാഴയ്ക്ക നമ്മളെ വീട്ടിലാണ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് ചോറുണ്ണ അവിയൽ കോരി എടുക്കാനാണ് പോണത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.